ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. കിതാബുൽ ജനായിസ് സബഖ് 31. വലാ യജിബു തഈനുൽ മയ്യിത്തി, മയ്യിത്തിനെ നിർണയിക്കൽ, നിജപ്പെടുത്തൽ നിർബന്ധമാവുകയില്ല. നിസ്കാരത്തിൽ അമ്രിന്റെ മയ്യത്ത് അല്ലെങ്കിൽ സെയ്ദിന്റെ മയ്യത്ത് എന്നിങ്ങനെ തഈനാക്കൽ നിർബന്ധമില്ല. വലാ മഅരിഫത്തുഹു, അതുപോലെ തന്നെ മയ്യത്തിനെ അറിയലും നിർബന്ധമില്ല. ബൽ മറിച്ച് യക്ഫി അദിന മുമയ്യിസിൻ, ഒരു ഏറ്റവും താഴ്ന്ന ഒരു മുമയ്യിസായ കാര്യം ഉണ്ടായാൽ മതി നിയ്യത്തിൽ. അതേതുപോലെ ക അല ഹാദ, ഈ മയ്യത്തിൻ്റെ മേൽ, ആ മുന്നിലുള്ള മയ്യത്തിലേക്ക് ഇഷാറത്താക്കൊണ്ടുള്ള തന്നെ ഒരു മുമയ്യിസ്, അല ഹാദ എന്ന് നിയ്യത്തിൽ പറയുന്നത് പോലെ, ഔ നിയ്യത്തിൽ കരുതുന്ന പോലെ, ഔ മൻ സല്ല അലൈഹിൽ ഇമാമു, അല്ലെങ്കിൽ ഇമാമു നിസ്കരിക്കുന്ന മയ്യത്തിൻ്റെ മേൽ. ഇങ്ങനെ ഒരു അതിന മുമയ്യിസ് മതിയാകും. അല്ലാതെ മയ്യത്തിനെ തഈനാക്കലും അതിനെ അറിയലും ഒന്നും നിർബന്ധമില്ല. എന്നാൽ വസ്തിസ്നാഉ ജംഇൻ, ഒരു വിഭാഗം ഫുഖഹ ഇസ്തിസ്ന ചെയ്തതാകുന്നത് അൽ ഗായിബായ മയ്യത്തിനെ, അത് നിഹായും മോനിയും ഒക്കെ അങ്ങനെ തന്നെയാണ് ഗായിബിനെ ഇസ്തിസ്ന ചെയ്ത് തന്നെയാണ് പറഞ്ഞത്. ഇവിടെ മത്തിനിൽ അവിടെ ഹാദിർ കൊണ്ട് കൈത് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ശാരി പറയാണ്, അങ്ങനെ ഒരു വിഭാഗം ഗായിബായ മയ്യത്തിനെ ഇസ്തിസ്ന ചെയ്തത് ആകുന്നത്. അപ്പോൾ അങ്ങനെ ഇസ്തിസ്ന ചെയ്യുമ്പോൾ ഫലാ ബുദ്ധ മിൻ തഈനിഹി ബിൽ ഖൽബി, അപ്പോൾ ആ ഗായിബായ മയ്യത്തിനെ ഖൽബ് കൊണ്ട് തഈൻ ചെയ്യൽ കൂടാതെ കഴിയില്ല. ഖൽബ് കൊണ്ട് തഈൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഐ ബിസ്മിഹി വനസബിഹി, ബിസ്മിഹി വനസബിഹി, അതിൻ്റെ നാമവും അതിൻ്റെ നസബും ഇതൊക്കെ കൊണ്ട് തഈൻ ചെയ്യണം. ഇല്ല, അങ്ങനെ ഇസ്മുൻ നസബും ഒക്കെ കൊണ്ട് തഈൻ ചെയ്യുന്നില്ല എങ്കിൽ കാന ഇസ്തിസ്നാഉം ഫാസിദ, അപ്പോൾ അവർ ഗായിബായ മയ്യത്തിന് ഇസ്തിസ്ന ചെയ്തത് എന്താകും? അത് ഫാസിദാകും. അപ്പോൾ അങ്ങനെ ഈ ഗായിബായ മയ്യത്തിനെ ഇസ്തിസ്ന ചെയ്തതാകുന്നത് യറുദ്ദുഹു, പിന്നെ ഇസ്തിസ്ന ഫാസിദാകുമെന്ന് പറഞ്ഞാൽ അപ്പോൾ ഗായിബിൻ്റെ ഹാദിറിൻ്റെ ഇടയിൽ ഇങ്ങനെ ഇസ്മു കൊണ്ട് നസ്ബ് കൊണ്ട് ഒന്നും തഈനാക്കുന്നില്ലെങ്കിൽ പിന്നെ ഗായിബിൻ്റെ ഹാദിറിൻ്റെ ഇടയിൽ എന്താണ്, പിന്നെ തഈൻ ചെയ്യൽ നിർബന്ധമില്ല എന്ന വിഷയത്തിൽ വർക്കില്ല. അപ്പോൾ ആ ഇസ്തിസ്നയെ യറുദ്ദുഹു, അതിനെ റദ്ദ് ചെയ്യുന്നുണ്ട് തസ്രീഹുൽ ബഗ്വി, ഇമാം ബഗ്വി തങ്ങളുടെ വ്യക്തമാക്കൽ, ശരീഹാക്കൽ. അല്ലത്തി, എങ്ങനത്തെ തസ്രീഹാണ്? ജസമ ബിഹിൽ അൻവാറു, അൻവാറിൻ്റെ മുസന്നിഫ് ആ തസ്രീഹ് കൊണ്ട് ജസ്മ ചെയ്ത് പറയുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ വൈറുഹു, ആ അൻവാർ അല്ലാത്തവരും, അൻവാറിൻ്റെ മുസന്നിഫ് അല്ലാത്തവരും എന്ത് ചെയ്തിട്ടുണ്ട്? ബഗ്വി ഇമാം തസ്രീഹാക്കി ഈ അഭിപ്രായത്തെ ജസ്മ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. എന്താണ് ആ തസ്രീഹാക്കിയത്? ബി അന്നഹു യക്ഫി ഫീഹി, ഈ ഗായിബായ മയ്യത്തിൻ്റെ മേൽ നിസ്കരിക്കുമ്പോൾ മതിയാകും അൻ യഖൂല, അവൻ പറയൽ അലാമൻ സല്ല അലൈഹിൽ ഇമാമു, ഇമാമു നിസ്കരിക്കുന്ന മയ്യത്തുകളുടെ മേൽ എന്ന് പറഞ്ഞാൽ മതിയാകും. വഇല്ലം യഅരിഫുഹു, ആ മയ്യത്തിനെ അവൻ അറിഞ്ഞിട്ടില്ലെങ്കിലും ശരി ഇങ്ങനെ പറഞ്ഞാൽ മതിയാകും എന്ന ഈ തസ്രീഹ് എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഗായിബായ മയ്യത്തിനെ ഇസ്തിസ്ന ചെയ്തതിനെ റദ്ദ് ചെയ്യുന്നുണ്ട്. ഒരു വിഭാഗം ഉലമാക്കൾ ഈ മയ്യത്തിനെ തഈൻ ചെയ്യൽ നിർബന്ധമില്ല എന്നതിൽ നിന്ന് ഗായിബിനെ ഇസ്തിസ്ന ചെയ്തത്, ആ ഇസ്തിസ്ന ചെയ്തതിനെ ബഗ്വി ഇമാമിൻ്റെ ഈ തസ്രീഹ് എന്ത് ചെയ്യുന്നുണ്ട്? റദ്ദ് ചെയ്യുന്നുണ്ട്. വയുഅയ്യിദുഹു, ആ തസ്രീഹിനെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ബൽ എന്നല്ല, യുസർരിഹു ബിഹി, ആ തഈദ് കൊണ്ട് ശരിയാക്കി പറയുകയും ചെയ്തിട്ടുണ്ട്. എന്ത്? ഖൗലു ജംഇൻ, ഒരു വിഭാഗം ഫുഖഹാഇൻ്റെ ഖൗല് അതിനെ ശരിയാക്കുകയും ചെയ്യുന്നു. ഫഅതമദഹു, ആ ഖൗലിനെ മുഅ്തമദാക്കുകയും ചെയ്തു. ഫിൽ മജ്മൂഇ, മജ്മൂഇൽ നബി ഇമാം അതിനെ മുഅ്തമദാക്കുകയും ചെയ്തിട്ടുണ്ട്. വതബിഅഹു, എന്നിട്ട് മജ്മൂഇനോട് താബിയായും ചെയ്തു. അക്സറുൽ മുതഅഖിരീന, മുതഅഖിരീങ്ങളിൽ നിന്ന് മുതഅഖിരീങ്ങളിൽ അധികം
ഫുഖഹാഉം അതിനോട് ദാവിയായും ചെയ്തു. അങ്ങനത്തെ കൗല്, ആ കൗല് വ്യക്തമാക്കുന്നു എന്താണ്? ബി അന്നഹു ലൗ സല്ല അലാ മൻ മാത്തൽ യൗമ, ഒരാൾ നിസ്കരിച്ചാൽ എങ്ങനെ കരുതി? അലാമം മാത്തൽ യൗമ, ഇന്നത്തെ ദിവസം മരണപ്പെട്ട ആളുകളുടെ മേൽ നിസ്കരിച്ചാൽ, ഫീ അഖ്താരിൽ അർദി, ഭൂമിലോകത്ത് ഭൂമിയുടെ നാനാഭാഗത്തും ഇന്നത്തെ ദിവസം മരണപ്പെട്ട ആളുകളുടെ മേൽ നിസ്കരിച്ചു. ആ മരണപ്പെട്ടവരാരാൽ? മിമ്മൻ തസിഹു സ്വലാത്തു അലൈഹി, അവൻ്റെ മേൽ നിസ്കാരം സഹിയാകുന്ന ആളുകളാൽ. സഹിയാകുക എന്ന് പറഞ്ഞാൽ ആ മയ്യത്തിൻ്റെ മേൽ നിസ്കരിക്കണമെങ്കിൽ അതിൻ്റെ നിബന്ധനകളുണ്ടല്ലോ. മയ്യത്തിന് കുളിയും കിടക്കുക, അതുപോലെ തന്നെ ഷഹീദല്ലാതിരിക്കുക, പിന്നെ മറഞ്ഞ മയ്യത്തിൻ്റെ മേൽ നിസ്കാരം ജായിസാക്കുന്ന നിലയ്ക്കുള്ള മറഞ്ഞ മയ്യത്താകുക. ഇങ്ങനെയൊക്കെയുള്ള നിലയ്ക്ക് നിസ്കാരം സഹിയാകുന്നവരാലുള്ള ഈ ഇന്നത്തെ ദിവസം മരണപ്പെട്ട ആളുകളുടെ മേൽ നിസ്കരിക്കുന്നു എന്ന് കരുതിയാൽ, അങ്ങനെ കരുതി നിസ്കരിച്ചാൽ ജാസ, അത് അനുവദനീയമാകും. ബൽ എന്നല്ല, നുദിബ, അത് സുന്നത്താക്കപ്പെടുക തന്നെ ചെയ്യും അങ്ങനെ നിസ്കരിക്കൽ. അപ്പോൾ ഈ ഇങ്ങനെ പിന്നെ ഉള്ള ഈ കൗല് നേരത്തെ പറഞ്ഞ ബഗ്വി ഇമാം തസ്രീഹ് ആക്കിയതിനെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഖാലഫിൽ മജ്മൂഇൽ അത് മുത്തമദാക്കിയ അഭിപ്രായം അതാണെന്ന് പറയുകയും ചെയ്തു. എന്നിട്ട് ഖാലഫിൽ മജ്മൂഇൽ പറഞ്ഞു, കാരണം അന്ന മാരിഫത്ത അഴിയാനിൽ മൗത വ അദദിഹിം, പിന്നെ മയ്യിത്തുകളുടെ അയിനുകളെ അറിയുക എന്നതും വ അദദിഹിം, അവരുടെ അതതിനെ അറിയുക എന്നതും ലൈസത്ത് ഷർത്തൻ, അതെന്തല്ല ഷർത്തല്ല. ഇന്ന ആളുടെ മയ്യിത്ത് എന്നോ അല്ലെങ്കിൽ ഇത്ര മയ്യിത്തുകളെന്നോ അറിയൽ എന്തല്ല ഷർത്തല്ല എന്ന് മജ്മൂഇൽ പറഞ്ഞു. അതുകൊണ്ട് ഇങ്ങനെ ഇന്നത്തെ ദിവസം പിന്നെ ഭൂമി ലോകത്ത് മരിച്ചവരുടെ മേൽ എന്ന് കരുതി നിസ്കരിച്ചാൽ അത് ജായിസാണ് എന്നല്ല സുന്നത്താണ് എന്ന് മജ്മൂഇൽ പറഞ്ഞു. പിന്നെ ഒരു വിഭാഗം ഫുഖഹാഇന്റെ ഖൗല് അങ്ങനെ ശരിയാക്കിയിട്ടുണ്ട്. വമിൻ സമ്മ, ഇങ്ങനെ അയാനുകളെ അറിയേണ്ടതില്ല, അയാളുടെ അതതുകളെ അറിയൽ ഷർത്തല്ല എന്ന് പറഞ്ഞ കാരണം കൊണ്ടാണ് അബ്ബറ സർക്കശി ഇമാം ഇബാറത്തിട്ടു ബി ഖൗലിഹി, സർക്കശി ഇമാമിന്റെ വാക്കുകൊണ്ട് എന്താ? വഇല്ലം യഅരിഫ് അദദഹും വ അശ്ഖാസഹും വല അസ്മാഅഹും, അവരുടെ മരിച്ചവരുടെ എണ്ണവും അവരുടെ വ്യക്തിത്വവും അവരുടെ നാമങ്ങളും ഒന്നും അറിഞ്ഞിട്ടില്ല എങ്കിലും ശരി എന്ന് സർക്കശി ഇമാം ഇബാറത്തിട്ടത് അതുകൊണ്ടാണ്. അപ്പോൾ ഫൽ വജ്ഹു, അപ്പോൾ ന്യായം അന്നഹു ലാ ഫർഖ ബൈനഹു വ ബൈനൽ ഹാദിരി, ഇവിടെ പിന്നെ ഹാദറായ മയ്യത്തിന്റെ ഓയ്ബായ മയ്യത്തിന്റെയും ഇടയിൽ ഈ തഈൻ ചെയ്യൽ നിർബന്ധം ഇല്ല എന്ന വിഷയത്തിൽ ഫർഖില്ല. അപ്പോൾ രണ്ടിലും എന്ത് മതിയാകും? ഒരു അദ്നാ തമീസ് മതിയാകുമെന്നായി വജ്ഹ്. വ അഫാദ ഖൗലുന, നമ്മുടെ കൗല് ഫായിദ വെപ്പിച്ചു. ഏതാ കൗല്? മുമയ്യിസിൻ, അദിനാ മുമയ്യിസ് എന്ന് പറഞ്ഞല്ല, യക്ഫി അദിനാ മുമയ്യിസ് എന്ന് വേളി പറഞ്ഞ ആ മുമയ്യിസ് എന്നുള്ള കൗല് ഫായിദ വെപ്പിച്ചു. അന്നഹു യക്ഫി ഫിൽ ജംഇ, ഒരു കൂട്ടം മയ്യിത്തുകളുടെ മേൽ നിസ്കരിക്കുമ്പോൾ മതിയാകും ഖസ്തുഹും, ആ ഒരു കൂട്ടത്തെ കരുതൽ മതിയാകും. വഇല്ലം യഅരിഫു അദദഹും, ആ ജംഇന്റെ ആ കൂട്ടം മയ്യിത്തിന്റെ എണ്ണത്തെ അറിഞ്ഞിട്ടില്ല എങ്കിലും ശരി. കമായത്തി, ശേഷം പിന്നെ അത് ആ മസ്അല ശേഷം വരുന്നുണ്ട്. പിന്നെ കുറേ മയ്യത്തുകളുടെ മേൽ ഒന്നിച്ച് നിസ്കരിച്ച മയ്യത്തുകൾ വന്ന് അവകളെ കരുതിയാൽ എന്ന് പറഞ്ഞതിന് ശേഷം പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അതത് അറിഞ്ഞിട്ടില്ല എങ്കിലും അവരുടെ എല്ലാവരുടെയും മേൽ നിസ്കരിക്കുന്നു എന്ന ഖസ്ത് മതിയാകും. ലാ ബഅദുഹും, എന്നാൽ ആ ഒരു കൂട്ടം മയ്യത്തിന്റെ ബഅദിനെ കരുതിയാൽ മതിയാകൂല. വഇൻ സല്ല സാനിയൻ അൽ ബഅദിൽ ബാക്കി, ബാക്കിയുള്ള ബഅദിന്റെ മേൽ രണ്ടാമത് വന്ന് നിസ്കരിച്ചാലും ശരി, അങ്ങനെ കരുതിയാൽ
ഈ ഒരു കൂട്ടം മയ്യത്തിൽ നിന്ന് അതിന്റെ പകുതിയിൽ മേൽ നിസ്കരിക്കുന്നു, പകുതി മയ്യത്തുകളുടെ മേൽ നിസ്കരിക്കുന്നു എന്ന് കരുതിയാൽ ശരിയാകില്ല. കാരണം ഈ ഉജൂദിൽ ഇബ്ഹാമിൽ മുത്തലഖായ ഒരു ഇബ്ഹാം അവിടെ ഉണ്ടായതിനു വേണ്ടി, എവിടെ പിന്നെ ഫീ കുല്ലി മിനൽ ബാഗൈനി, ഈ രണ്ട് ഭാഗത്തിൽ നിന്നുള്ള ഓരോന്നിലും. ഇപ്പോൾ ആദ്യം നിസ്കരിച്ച നിസ്കാരം ഏത് ഭാഗത്തിന് വേണ്ടിയിട്ടാണ്, മറ്റേ രണ്ടാമത് നിസ്കരിച്ചത് ഏത് ഭാഗത്തിന് വേണ്ടിയിട്ടാണ് എന്ന ഒരു മുത്തലഖായ ഇബ്ഹാം അവിടെ ഉണ്ടായതിന് വേണ്ടിയിട്ട് അവിടെ അങ്ങനെ ബാഗിന്റെ മേൽ കരുതി നിസ്കരിച്ചാൽ ശരിയാകൂല എന്ന ഈ മസ്അലയെ നമ്മുടെ ഖൗൽ എന്ത് ചെയ്തു, ഫായിദപ്പിച്ചു. അപ്പോൾ ഒരു അതിനാ മുമയ്യിസ് വരുന്നില്ല എന്നർത്ഥം. പിന്നെ ഫഇൻ അയ്യനൽ മയ്യിത്ത, ഇനി മയ്യത്തിനെ അവൻ തഴീനാക്കി, ഹാദറായ മയ്യത്തിനെ അല്ലെങ്കിൽ വായിബായ മയ്യത്തിനെയാണ് തഴീനാക്കി, എന്നിട്ട് അഖ്തഅ, എന്നിട്ട് പിഴച്ചു. ഏതുപോലെ കമാ ഇദാ നവ സ്വലാത്ത അല സൈദിൻ, സൈദായ മയ്യത്തിന്റെ മേല് പിന്നെ സൈദ് എന്ന മയ്യത്തിന്റെ മേല് നിസ്കാരത്തെ കരുതി. ഫബാന, അപ്പോൾ വെളിവായി അമ്രൻ, അത് അമ്രാണെന്ന് വെളിവായി. ഇങ്ങനെ തയ്യീൻ ചെയ്തത് പിഴച്ചു വന്നാൽ ബത്തലത്ത് സ്വലാത്തുഹു, അവന്റെ നിസ്കാരം പിന്നെ ബാത്തിലായി പോകുന്നതാണ്. ലം തൻഅഖിദ്, ബാത്തിലാവുക എന്ന് പറഞ്ഞാൽ അത് നിസ്കാരം തന്നെ കെട്ടുവിടുക തന്നെ ഇല്ല. കമാബി അസുലിഹി, മിൻഹാജിന്റെ അസുല് മുഹററിൽ അങ്ങനെയാണ് ലം തൻഅഖിദ് എന്നാണ് ഉള്ളതുപോലെ. അതെപ്പോഴാണ് ഇത് കെട്ടുപെടാതിരിക്കുന്നത് അല്ലെങ്കിൽ ബാത്തിലാകുന്നത് എപ്പോഴാണ്? മാലം യുഷിറി ഇലൈഹി, ആ മയ്യത്തിലേക്ക് അവൻ ഇശാറത്താക്കാത്ത കാലത്തോളം. ഇങ്ങനെ കരുതി എന്നിട്ട് അവിടെ ഇശാറത്താക്കിയില്ലെന്ത്, ഈ മയ്യത്ത് സൈദിന്റെ മേൽ എന്ന് ഇങ്ങനെ ഇശാറത്താക്കിയിട്ടില്ല എങ്കിലാണ് എന്ത് ചെയ്യുന്നത്, ബാത്തിലാകുന്നത്. അങ്ങനെ ഇശാറത്താക്കിയാൽ എന്ത് ചെയ്യും, അപ്പോൾ അത് ബാത്തിലാകൂല. ആ ഇശാറത്തിനെ തഖലീബാക്കിയിട്ട് ബാത്തിലാകൂല. പിന്നെ നദീറമാ മറഫിൽ ഇമാമി, ഇമാമിനെ തഴീനാക്കുന്നിടത്ത് മുമ്പ് പറഞ്ഞ ഒന്നിന്റെ സമാനമായ മസലയാണിത്. അതായത് ജമാഅത്ത് നിസ്കാരത്തിൽ ഇമാമിനെ തഴീനാക്കുന്നിടത്ത് പറഞ്ഞ ഒന്നിന്റെ നദീർ. വഇൻ ഹളറ മൗത, ഇനി കുറെ മയ്യത്തുകൾ എന്ത് ചെയ്തു, ഹാജരായ, നവാഹും, അവരെ എല്ലാം അവൻ കരുതണം. ഐ സ്വലാത്ത അലൈഹിം, അവരുടെ മേൽ നിസ്കാരത്തെ കരുതണം. ഇജ്മാലൻ, മൊത്തത്തിൽ കരുതണം. വലായജിബു ദിക്റു അദദിഹിം, എന്നാൽ അവരുടെ എണ്ണത്തെ പിന്നെ ഓർക്കൽ നിർബന്ധമില്ല. എണ്ണത്തെ പറയാന്നല്ല, എണ്ണത്തെ ഓർക്കുക. ആ എണ്ണത്തിനെ ഓർക്കൽ നിർബന്ധമില്ല. മൊത്തത്തിൽ അവരുടെ മേൽ നിസ്കരിക്കുന്നു എന്ന് കരുതിയാൽ മതി. വൈൻ അറഫഹു, ആ എണ്ണത്തെ അവൻ അറിഞ്ഞിരുന്നാലും ശരി, ആ എണ്ണം ഓർത്തുകൊള്ളണം നിർബന്ധമൊന്നുമില്ല. വഹുക്കുമു നിയ്യത്തിൽ ഖുദൂവത്തി ഹുന, ഇവിടെ തുടരലിനെ കരുതുന്നതിന്റെ ഹുക്കുമ് അത് കമാ മറ, മുമ്പ് പറഞ്ഞതുപോലെയാണ്. ഏത് സിഫത്തുൽ അഇമ്മത്തില് പിന്നെ പറഞ്ഞതുപോലെ ഇവിടെയും. അതായത് മഅ്മൂമുകളുടെ മേല് ഇഖ്തിസാഇനെ കരുതൽ നിർബന്ധമാണ്, അല്ലെങ്കിൽ ഇമാമോടുകൂടെ ജമാഅത്തിനെ കരുതൽ നിർബന്ധമാണ്. ഇവിടെ മയ്യിത്ത് നിസ്കാരത്തിന്റെ അവിടെ ഇമാമോടുകൂടെ നിസ്കരിക്കുമ്പോൾ അവിടെ ഉള്ള അതേപോലെ തന്നെയാണ് ഇവിടെ. പിന്നെ ഇനി വലൗ സല്ല അല അശറത്തിൻ, ഇനി ഒരു 10 ആളുടെ മേൽ എന്ത് ചെയ്തു, അവൻ നിസ്കരിച്ചു. ഫബാനു, അപ്പോൾ വെളിവായി അഹദ അശറ, അത് 11 ആളുകൾ ഉണ്ടായിരുന്നു, മയ്യത്തുകൾ ഉണ്ടായിരുന്നു വെളിവായാൽ എന്താ സിഹ, അപ്പൊ എന്താവൂല, ശരിയാവൂല. അവ അക്സുഹു, അല്ലെങ്കിൽ അതിന്റെ അക്സാണ്. അതായത് 11 ആളുകളുടെ മേൽ നിസ്കരിച്ചു, പക്ഷെ 10 എണ്ണമാണെന്ന് വെളിവായി. എന്നാൽ സഹ,
അതെന്താകും ശരിയാവുകയും ചെയ്യും. കാരണം 11 ആളുകൾ 10 ആളുകളുടെ മേൽ നിസ്കരിച്ചപ്പോൾ 11 ആളുകെന്ന് വെളിവായപ്പോൾ അതിലെന്തുണ്ട്, പിന്നെ നിസ്കരിക്കാത്ത ഒരാളുണ്ട്, അത് തയ്യം ചെയ്യപ്പെടാത്തതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ആണ് അവിടെ ശരിയാകൂല എന്ന് പറഞ്ഞത്. പിന്നെ ഔ അല ഹയ്യിൻ വ മയ്യിത്തിൻ, അല്ലെങ്കിൽ എന്താ ജീവിച്ചിരിക്കുന്നതിൻ്റെയും മരിച്ചവരുടെ മേലും എന്ന്, മരിച്ച മയ്യത്തിന്റെ മേലും എന്ന് കരുതി, അങ്ങനെ കരുതി നിസ്കരിച്ചാൽ സഹത്ത് അപ്പോൾ സഹിയാകും. എപ്പോൾ ഇൻ ജഹില, ഇവന് പിന്നെ ഹാല് അറിയാത്ത ജാഹിലാണ്, അങ്ങനെ ജാഹിലായ നിലയിലാണ് അവൻ നിസ്കരിക്കുന്നതെങ്കിൽ ആ അവസ്ഥ അറിയാതെ ആണെങ്കിൽ അപ്പോൾ ശരിയാകും. ഇല്ല, അങ്ങനെ അവസ്ഥ അറിഞ്ഞുകൊണ്ടാണ് നിസ്കരിക്കുന്നതെങ്കിൽ ഫല, അപ്പോൾ നിസ്കാരം ശരിയാകില്ല. ഈ തലാഖു ബിഹി, കാരണം ആ നിസ്കാരം കൊണ്ട് അവൻ കളിച്ചതിന് വേണ്ടി. ഇനി വയൂഖദു മിൻ ഖൗലിഹി നവാഹും, ഇവിടെ മാത്രത്തിൽ പറഞ്ഞ അവരെ കരുതണം, ആ മയ്യത്തുകളെ കരുതണം എന്ന് പറഞ്ഞ ആ കൗലിൽ നിന്ന് പിടിച്ചെടുക്കപ്പെടും. അന്നഹു ലൗ ഹദറത്ത് ജനാസത്തുൻ, ഒരു ജനാസ ഹാജരായാൽ അസ്ന സ്വലാത്തി, നിസ്കാരത്തിന്റെ ഇടയ്ക്ക് വെച്ച് മറ്റൊരു ജനാസ കൊണ്ടുവന്നാൽ ലം തക്ഫി നിയ്യത്തുഹ ഹീന ഇതിൻ, ആ സമയത്ത് പിന്നെ ആ മയ്യത്തിനെ, ആ ജനാസയെ കരുതൽ മതിയാകൂല. അപ്പോൾ ബഅദ സലാമിഹി, അവന്റെ സലാമിന് ശേഷം തജിബു അലൈഹ, അവന്റെ മേൽ നിർബന്ധമാണ് സലാത്തുൻ ഉഖറ, മറ്റൊരു നിസ്കാരം പിന്നെ നിസ്കരിക്കൽ നിർബന്ധമാണ്. അസാനി, രണ്ടാമത്തെ റുക്ന്, മയ്യത്ത് നിസ്കാരത്തിന്റെ രണ്ടാമത്തെ റുക്ന് അർബഉ തക്ബീറാത്തിൻ, 4 തക്ബീറുകൾ ഉണ്ടാകുക എന്നാണ്. അത് ബി തക്ബീറത്തുൽ ഇഹ്റാമി, തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ട് ഇജ്മാഅൻ. ഈ 4 തക്ബീർ എന്നുള്ളത് ഇജ്മാ ആണ്. അപ്പോ ഇൻ ഖമ്മസ, ഒരാൾ 5 തക്ബീർ ചൊല്ലിയാൽ, ഓ സദ്ദസ, അല്ലെങ്കിൽ 6 എണ്ണം ചൊല്ലിയാൽ, മസലൻ ഉദാഹരണത്തിന്, അന്തൻ, അത് മനഃപൂർവ്വം ചൊല്ലിയാൽ, വലം യഅ്തഖിദിൽ ബുതലാന, അത് കൊണ്ട് നിസ്കാരം ബാത്തിലാകുമെന്നുള്ള വിശ്വാസം അവനില്ല, അങ്ങനെ വിശ്വസിച്ചിട്ടുമില്ല, അങ്ങനെയാണ് ചെല്ലുന്നതെങ്കിൽ ലം തബ്തുൽ സലാത്തുഹു, അവന്റെ നിസ്കാരം ബാത്തിലാകൂല. ബിൽ അസഹി, അസഹപ്രകാരം ബാത്തിലാകൂല. വ ഇൻ നവാബി തക്ബീരിഹി അർറുക്നിയത, ആ അവന്റെ തക്ബീർ കൊണ്ട്, ആ 5 ചെല്ലുന്ന അല്ലെങ്കിൽ 6 ചെല്ലുന്ന തക്ബീർ കൊണ്ട് അത് റുക്നാണെന്ന് അവൻ കരുതിയാൽ ആലും ശരി. ഖിലാഫൻ ലി ജംഇ മുതഅഖിരീന, മുതഅഖിരീങ്ങളായ ഒരു വിഭാഗം പണ്ഡിതന്മാർക്ക് എതിരായിട്ട്. അപ്പോൾ അവർ റുക്നിയത്തിനെ കരുതിയാൽ ശരിയാകൂല എന്നാണ് പറഞ്ഞത്. അപ്പോൾ റുക്നിയത്തിനെ കരുതിയാലും എന്താണ്, പിന്നെ അസഹ പ്രകാരം ബാത്തിലാകൂല എന്നാണ്. അതാലിക്ക, അതിൽ സുബൂത്തിഹി ഫി സഹീഹി മുസ്ലിമിൻ, സഹീഹ് മുസ്ലിമിൽ എന്ത് ചെയ്തിട്ടുണ്ട്, അത് സ്ഥിരപ്പെട്ടതിന് വേണ്ടി മാത്രമല്ല, വലിയ അന്നഹു, ആ പിന്നെ 5-ാമത്തെയും 6-ാമത്തെയും അല്ല, ഈ തക്ബീർ എന്നുള്ളത് ദിക്റുൻ, അത് ദിക്റാണ്. വ സിയാദത്തുഹു, ആ ദിക്റിന്റെ സിയാദത്ത് വർധനവ്, വലു, ആ ദിക്റിന്റെ വർധനവ്, വലു റുക്നൻ, അത് റുക്നാണെങ്കിലും ശരി, ലാ തദറു, അതെന്താകൂല, ബുദ്ധിമുട്ടാകൂല. പിന്നെ ഏതുപോലൊക്കെ തക്രീറുൽ ഫാത്തിഹത്തി, ഫാത്തിഹയെ ആവർത്തിക്കും പോലെ, ബി കസ്ർ റുക്നിയത്തി,
റുക്നിയത്താണെന്ന കരുതലോടുകൂടെ ഫാത്തിഹ ആവർത്തിക്കുന്നത് പോലെ. അപ്പം മറന്നുകൊണ്ടാണ് അന്തം നിലയ്ക്ക് 5 ആക്കിയാൽ അവിടെ ബാത്തിലാകൂല എന്ന് പറഞ്ഞു. പിന്നെ അത് അസഹുറാരം ബാത്തിലാകൂല. അമ്മ സഹവൻ അപ്പം മറന്നുകൊണ്ടാണ് 5, 6 ചെല്ലിയെങ്കിൽ ഫലാ യദുറു ജസ്മൻ, അപ്പൊ അത് ഉറപ്പായിട്ട് എന്താകൂല, ബുദ്ധിമുട്ടാകൂല. അപ്പൊ മറ മുമ്പ് പറഞ്ഞു അന്നഹു ലാ മദ്ഖല ലി സുജൂദി സഹവി ഫീഹ, ഈ ജനാസ നിസ്കാരത്തിൽ സഹവിന്റെ സുജൂദിന് എന്തില്ല, പ്രവേശനം ഇല്ല എന്ന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഇനി വലോ ഹമ്മസ ഇമാമുഹു, അവന്റെ ഇമാം എന്ത് ചെയ്തു, അംദൻ മനഃപൂർവ്വം 5 തക്ബീർ ചൊല്ലി, എന്നാൽ ലം യുതാബിഉഹു, ആ ഇമാമിനോട് അവൻ തുടരേണ്ടതില്ല, നദിബൻ സുന്നത്തായ നിലയ്ക്ക് എന്ന് പറഞ്ഞാൽ മുത്താബഅത്ത് സുന്നത്തില്ല, ആ സായിദയിൽ മുത്താബഅത്ത് സുന്നത്തില്ല അസഹ് പ്രകാരം. കാരണം അന്നമാ ഫഅലഹു, കാരണം അവൻ പ്രവർത്തിച്ച ഇമാമ് പ്രവർത്തിച്ച ഒന്ന് ഗൈറു മശ്റൂഇൻ, അത് ശറഅക്കപ്പെടാത്തതാണ്. ഇന്ദമ യുഅ്തദ് ബിഹി, മുഅ്തദ് ബിഹി ആയ ആളുകളുടെ അടുക്കൽ അത് പിന്നെ ഗൈറു മശ്റൂ ആണ്. കാരണം ലിമാ തഖററ മിനൽ ഇജ്മാഇ, മുഅ്തദ് ബിഹി ആയ ആളുകളുടെ അടുക്കൽ മശ്റൂ അല്ല എന്ന് പറയാൻ കാരണം ഇജ്മാഇനാൽ മുമ്പ് സ്ഥിരപ്പെട്ട ഒന്നിനു വേണ്ടി. കാരണം 4 തക്ബീർ ആണെന്ന് ഇജ്മാ ആണ് നേരത്തെ പറഞ്ഞല്ലോ. അപ്പൊ അങ്ങനെ ആ ഇജ്മാ ആയവരുടെ മുഅ്തദ് ബിഹി ആയ ആളുകളുടെ അടുക്കൽ അപ്പോൾ 5-ാമത്തെ 6-ാമത്തെ ഒന്നും എന്തല്ല, വേറെ മശ്റൂ അല്ല. അപ്പോൾ അല്ലാത്തതുകൊണ്ട് ആ മശ്റൂ അല്ലാത്ത ഒന്ന് പ്രവർത്തിച്ചത് കൊണ്ട് ഇതിനോട് ആ ഇമാമിനോട് അവൻ തുടരേണ്ടതില്ല, തുടരൽ സുന്നത്തില്ല. വബിഹി ഫാറഖ മാ മറഫി തക്ബീരിൽ ഈദി, ഈ പറഞ്ഞത് കൊണ്ട് മുമ്പ് ഈദിന്റെ പെരുന്നാളിന്റെ തക്ബീറിൽ മുമ്പ് പറഞ്ഞ ഒന്ന് ഇതിനോട് എന്തായി, ഫർഖായി. അവിടെ ഇമാമ് 6 എണ്ണം ചെല്ലിയാൽ ഇമാമിനോട് എന്താണ് അവിടെ സുന്നത്തായിട്ട് തുടരണം. കാരണം എന്താണ്, അവിടെ തക്ബീർ മശ്റൂ ആണല്ലോ. മുമ്പ് ഈദിന്റെ തക്ബീറിനെ സംബന്ധിച്ച് മുമ്പ് പറഞ്ഞെന്താണ്, ചെറുവാനിൽ ഇബാറത്തുഹു ഹുനാക്, അവിടെയുള്ള ഇബാറത്ത് നഅം ഇൻ കബ്ബറ ഇമാമുഹു 6 ഔ 3 മസലൻ താബഅഹു നസ്ബൻ വഇല്ലം യഅ്തഖിദുഹു ഇമാമു വയുഫ്റഖു ബൈനഹു വബൈന മാ യഅതി ഫീമാ ലൗ കബ്ബറ ഇമാമുൽ ജനാസത്തി 5. പറക്ക് പറയപ്പെടാം. എന്തുകൊണ്ട് പറക്കും, അന്ന തക്ബീറാത്തി സമ്മ അർഖാനുൻ, അവിടെ തക്ബീറാത്തുകൾ റുക്കിനാണ് എന്ന് കൊണ്ട് പറക്ക് പറയപ്പെട്ടു. വമിൻ സമ്മ ജറാ ഫി സിയാദത്തിഹ ഖിലാഫുൻ ഫിൽ ഇബ്താലി ബിഖിലാഫിഹി ഹുന, പെരുന്നാൾ നിസ്കാരത്തിന്റെ അവിടെ സിയാദത്തിന്റെ അവിടെ ബാത്തിലാകുക എന്നുള്ളതിന് എന്തില്ല, ഖിലാഫില്ല. പക്ഷെ ഈ മയ്യിത്ത് നിസ്കാരങ്ങളിൽ തക്ബീറാത്തുകൾ റുക്കിനായതുകൊണ്ട് അത് വർദ്ധിപ്പിച്ചാൽ അവിടെ ബാത്തിലാകുമെന്നുള്ള ഖിലാഫ് കൊണ്ടുവരും. അപ്പോ ഇമാമ് 5-6 തക്ബീർ ചൊല്ലിയാൽ അതിന് മുതാബത്ത് ചെയ്യാതിരിക്കലാണ് സുന്നത്ത് എന്ന് പറയുന്നത്. ബൽ യുസല്ലിമു, മറിച്ച് ഈ മാമൂം എന്ത് ചെയ്യണം, സലാം വീട്ടണം. ഔ യന്തദിറുവ, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, അവൻ പ്രതീക്ഷിച്ചിരിക്കണം. ലി യുസല്ലിമ മാഹുവ, ഇമാമിനോടൊപ്പം സലാം വീട്ടാൻ വേണ്ടി ഇമാമിനെ പ്രതീക്ഷിച്ചിരിക്കണം. വഹുവ, അങ്ങനെ പ്രതീക്ഷിച്ചിരിക്കൽ അല്ല അഫ്ളലു, അതാണ് ഏറ്റവും അഫ്ളല്. എന്തിനു വേണ്ടി, തഅക്കദുൽ മുതാബഅത്തി, മുതാബഅത്തിന്റെ കാര്യം മുഅക്കദായതിനു വേണ്ടി
അവിടെ സലാമിന് വേണ്ടി ഇമാമിനെ പ്രതീക്ഷിച്ചിരിക്കൽ അഫ്ദലാണ്. ഇനി അസാലിസു അവിടെ